ഹലോ നമസ്കാരം, സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എക്കോ ടെക്സ്റ്റ് അനിമേഷനാണ്. ഒരു ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് ആ ടിപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പുതിയ കോമ്പോസിഷൻ എടുത്തിട്ടുണ്ട്. അവിടേക്ക് ഞാൻ ഒരു പുതിയ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനവിടെ സൈആർട്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ഈ സെൻറ്റർ പോയിൻറ്റ് പിവോട്ട് ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്മുടെ സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിനകത്ത് പോയിട്ട് ആനിമേറ്റിനകത്ത് നമ്മുടെ ട്രാക്കിംഗ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ട്രാക്കിംഗ് എമൗണ്ട് കണ്ടോ, ടെക്സ്റ്റിൻ്റെ ട്രാക്കിംഗ് എമൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അത് കീ കൊടുക്കുക. അതിനുശേഷം ഒരു -65 അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ടൊരു 1 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് 0 വാല്യൂ ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് അനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, ഇങ്ങനെയാണ് എനിക്ക് അനിമേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നേരെ അതിൻ്റെ ഒപ്പാസിറ്റി എടുക്കുക. ഒപ്പാസിറ്റിക്ക് T പ്രസ് ചെയ്താൽ മതി. ഒപ്പാസിറ്റി കീ കൊടുക്കുക. ഫസ്റ്റ് ഫ്രെയിം 0 കൊടുക്കുക. അതിനുശേഷം U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കീ നമുക്ക് കിട്ടും. അതിനുശേഷം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം അസിസ്റ്റൻറ്റിനകത്ത് പോയിട്ട് ഈസ് കൊടുക്കുക. ഗ്രാഫ് എഡിറ്ററിൽ പോയിട്ട് ജസ്റ്റ് ഗ്രാഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ഫ്രെയിം മുന്നോട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് റൊട്ടേഷൻ ആഡ് ചെയ്യുന്നു. റൊട്ടേഷന് കീ കൊടുക്കുക. കുറച്ച് ഫ്രെയിം മുന്നോട്ട് പോയതിന് ശേഷം ഞാൻ 1 കൊടുത്തു. അപ്പോൾ എനിക്ക് അനിമേഷൻ ഇങ്ങനെയാണ്. അതിനെ കീ സെലക്ട് ചെയ്തതിന് ശേഷം F9 പ്രസ് ചെയ്യുക. ഗ്രാഫിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ കീ ഫ്രെയിം ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി പറഞ്ഞിട്ട് ടൈം ലൈൻ കുറച്ച് മുന്നോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് പറഞ്ഞിട്ട് ആ കീ ഫ്രെയിം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ കീ ഫ്രെയിം അസിസ്റ്റൻ്റ് അത് ടൈം റിവേഴ്സ് കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അനിമേഷൻ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രീ കോമ്പോസ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ ലെയർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ഫിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് മുകളിൽ ലെയർ ഓഫ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഫിൽ കളർ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ എഫക്ട്സിൽ പോയിട്ട് ടൈമിൽ എക്കോ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്ക് തൊട്ട് ബാക്കിലായിട്ട് ഒരു ഷെയ്ഡ് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എക്കോയിൽ പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് നമ്പർ ഓഫ് എക്കോസ് ഞാൻ ഒരു 15 കൊടുക്കുന്നു. 15 കൊടുത്തതിന് ശേഷം എക്കോ ടൈം സെക്കൻഡ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 10 കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം ഡികെ എന്ന് പറയുന്നതിനകത്ത് വന്നതിന് ശേഷം 75 അപ്ലൈ ചെയ്യുന്നു. 0.75 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഷാഡോ പോലെ കണ്ടോ, ഒരു ഷെയ്ഡ് പോലെ കിടപ്പുണ്ട്. ബ്ലാക്കിൽ നിന്നും ആ റെഡിലേക്ക് വരുന്ന കളർ. ഇനി ഇവിടെ കളർന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ കൊടുക്കുക. വീണ്ടും ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് തൊട്ട് താഴത്തെ ലെയറിൽ വന്നതിന് ശേഷം ഇവിടെ നമ്പർ ഓഫ് എക്കോസ് എന്നുള്ളത് എന്ത് കൊടുക്കുക, ഒരു 20 കൊടുക്കുക. ഇവിടെ തൊട്ട് താഴെ 0.85 കൊടുക്കുക. എന്നിട്ട് ഇവിടെ കളർ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. സെലക്ട് ചെയ്യുക. ഇവിടെ 20 മാറ്റിയിട്ട് 30 കൊടുക്കുന്നു. ഇവിടെ 85 തന്നെയാണ് കൊടുത്തതിന് ശേഷം ഇവിടെ കളർ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ എൻ്റെ അനിമേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഷേപ്സിലേക്കും നമുക്ക് അതിൻ്റെ ഔട്ട് കാണിച്ചു തരാൻ കണ്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഷേപ്പ് ലെയർ എടുത്ത് വരച്ചാലും അതുപോലെ തന്നെ ഒരു ഇമേജ് എടുത്ത് വരച്ചാൽ പോലും നമുക്ക് ഈ പറഞ്ഞ എഫക്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ചെറിയ ടിപ്പ് മനസ്സിലായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലുള്ള ചെറിയ ടിപ്സുകളും പുതിയ മോഷൻ ഗ്രാഫിക്സ് അനിമേഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.